ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നേക്കുന്നത് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ 2024 മോഡൽ കാറിൻ്റെ സ്പെസിഫിക്കേഷൻസുമായിട്ടാണ്. നമ്മൾ ഈ വണ്ടിയുടെ ഒട്ടുമിക്ക സ്പെക്സും ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മാരുതി സുസുക്കി സ്വിഫ്റ്റ് 2024 മോഡലിൻ്റെ പ്രൈസ് എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വേരിയൻസിനും അതിൻ്റെ പ്രൈസും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ അക്യുറേറ്റ് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള മാരുതി സുസുക്കിയുടെ ഷോറൂമിൽ നിങ്ങൾക്ക് വിളിച്ച് എൻക്വയറി ചെയ്യാവുന്നതാണ്. ഓരോ ടൈം അനുസരിച്ചും അതോടൊപ്പം തന്നെ വണ്ടിയുടെ ഓഫേഴ്സൊക്കെ മാറും. അതുകൊണ്ട് നിങ്ങൾ അടുത്തുള്ള ഷോറൂംസിൽ വിളിച്ച് അപ്പോഴത്തെ ഓഫറും പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. സ്വിഫ്റ്റ് 2024ൻ്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് മൈലേജ് 24.8 km/ലിറ്റർ കിട്ടുന്നുണ്ട്. ഫ്യൂൽ ടൈപ്പ് വരുന്ന പെട്രോൾ ആണ്. ഇഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് 1197 cc ആണ്. നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് 3 ആണ്. സീറ്റിംഗ് കപ്പാസിറ്റി 5 ആണ്. ട്രാൻസ്മിഷൻ ടൈപ്പ് മാനുവൽ ആണ് വരുന്നത്. ബൂട്ട് സ്പേസ് 265 ലിറ്റേഴ്സ് ആണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 37 ലിറ്റേഴ്സ് ആണ്. ബോഡി ടൈപ്പ് ഹാച്ച് ബാക്ക് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 163 mm ആണ് ഈ വണ്ടിക്ക് വരുന്നത്. കംഫർട്ട് ആൻഡ് കൺവീനിയൻസിലേക്ക് നോക്കുന്ന സമയത്ത് പവർ സ്റ്റിയറിംഗ് ഈ വണ്ടിയിൽ നൽകിയിട്ടുണ്ട്. എയർ കണ്ടീഷണർ നൽകിയിട്ടുണ്ട്. ഹീറ്റർ നൽകിയിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് നൽകിയിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സും ഈ വണ്ടിയിൽ നൽകിയിട്ടുണ്ട്. ഫീച്ചേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അഥവാ ABS ഈ വണ്ടിയിൽ നൽകിയിട്ടുണ്ട്. സെൻട്രൽ ലോക്കിംഗ് നൽകിയിട്ടുണ്ട്. നമ്പർ ഓഫ് എയർ ബാഗ്സ് 6 ആണ്. സീറ്റ് ബെൽറ്റ് വാണിംഗ് നൽകിയിട്ടുണ്ട്. സ്പീഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. സ്പീഡ് സെൻസിംഗ് ഓട്ടോ ഡോർ ലോക്ക് ഫീച്ചർ വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. റിയർ സ്പോയിലർ വരുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് ആന്റിന വരുന്നുണ്ട്. പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. ഗൈസ്, ഈ വണ്ടിയുടെ LXI വേരിയന്റിൽ വരാത്തതും എന്നാൽ VXI, ZXI പ്ലസ് തുടങ്ങിയ വേരിയൻസിൽ വരുന്നതുമായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ക്യാമറ, ക്രൂയിസ് കൺട്രോൾ, ഹെഡ്ലൈറ്റ് ആൻഡ് ഇഗ്നിഷൻ ഓൺ റിമൈൻഡർ, കീലെസ് സ്റ്റാർട്ട് അഥവാ ബട്ടൺ സ്റ്റാർട്ട്, LED ഹെഡ്ലൈറ്റ്, ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ്, ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, സൈസ് 9 ഇഞ്ചാണ്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. GPS നാവിഗേഷൻ സിസ്റ്റം വരുന്നുണ്ട്. വയർലെസ് ചാർജറും ഈ വണ്ടിയിൽ വരുന്നുണ്ട്. ഇതിൽ ഒട്ടുമിക്ക ഫീച്ചേഴ്സും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ZXI പ്ലസിലാണ് വരുന്നത്. എന്നാൽ ചില ഫീച്ചേഴ്സ് അതിന് താഴേക്കുള്ള ZXIയും എല്ലാം VXIയിലും കിട്ടുന്നുണ്ട്. ഗൈസ്, ഈ വണ്ടിയുടെ കളർ വേരിയൻസിലേക്ക് നോക്കുന്ന ടൈമിൽ ലസ്റ്റർ ബ്ലൂ വിത്ത് പേൾ മിഡ്നൈറ്റ് ബ്ലാക്ക് റൂഫ്, സിസിലിംഗ് റെഡ് മെറ്റാലിക്, പ്രൈം ലസ്റ്റർ ബ്ലൂ, പ്രൈം നോവൽ ഓറഞ്ച്, മാഗ്മ ഗ്രേ മെറ്റാലിക്, പ്രൈം സ്പ്ലെൻഡിഡ് സിൽവർ, പേൾ ആർട്ടിക് വൈറ്റ് വിത്ത് പേൾ മിഡ്നൈറ്റ് ബ്ലാക്ക് റൂഫ്, സിസിലിംഗ് റെഡ് വിത്ത് പേൾ മിഡ്നൈറ്റ് ബ്ലാക്ക് റൂഫ്. കേസ് ഇങ്ങനെയാണ് ഈ വണ്ടിയുടെ എയർ ബാഗിന്റെ പ്ലേസ്മെന്റ് വന്നിരിക്കുന്നത്. ടോട്ടൽ 6 എയർ ബാഗ്സ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. കേസ് ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് ഇന്റീരിയർ വരുന്നത്. ഇതാണ് ബാക്ക് ഇന്റീരിയർ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ് ഈ വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. ഈ വണ്ടിയിൽ നിന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. ഇത് അല്ലാതെ തന്നെ ഒട്ടനേകം ഫീച്ചേഴ്സ് ഇനിയും ഉണ്ട്. അതൊന്നും ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് അതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞാൻ വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ട് അല്ലെങ്കിൽ LXI വേഴ്സസ് VXIയുടെ ഒരു കമ്പാരിസൺ ചെയ്യുന്നതായിരിക്കും. സ്വിഫ്റ്റ് വേഴ്സസ് ബലേനോടൊരു കമ്പാരിസൺ വേണമെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക, ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ.